ഹായ്. എക്സാം, ടെൻഷൻ ബോത്ത് ആർ കോംപ്ലിമെൻ്ററി. എക്സാം അടുക്കുന്തോറും എല്ലാവർക്കും ടെൻഷൻ കൂടി വരും. CA ഫൗണ്ടേഷൻ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഇപ്പോൾ അവർ എക്സാം ടെൻഷൻ ഫീവറിലാണ്. വല്ലാത്തൊരു സ്റ്റേജിലൂടെ അവരെല്ലാവരും കടന്നു പോവാണ്. ശരിയല്ലേ? സോ ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇനിയും എക്സാമിനെ കുറിച്ച് ടെൻഷൻ അടിച്ചിട്ട് കുറച്ച് സമയം വേസ്റ്റ് ആക്കാം. അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് ബാക്കിയുള്ള റിമൈനിങ് ഡേയ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകാം. കടന്നു പോകുന്ന ഓരോ നിമിഷവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കഴിഞ്ഞു പോകുന്ന സമയങ്ങളിൽ നമ്മൾ മിസ്സാക്കുന്ന ഒരു പ്രിപ്പറേഷൻ ആയിരിക്കാം നമ്മുടെ സക്സസ് 6 months കൂടെ ഡിലേ ആക്കുക. അപ്പം ഇങ്ങനെ വളരെ വലിയൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജിലൂടെയാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയാലെന്ന് വെച്ചാൽ ഗിയർ അപ്പ് യുവർ പ്രിപ്പറേഷൻസ്. തിങ്ക് അബൌട്ട് വാട്ട് യു ഡിഡ് സോ ഫാർ. നിങ്ങൾ എന്ത് ചെയ്തു ഇതുവരെ, തിങ്ക് അബൌട്ട് ദാറ്റ്. അല്ലാതെ ഞാൻ ഏത് ഏരിയ കവർ ചെയ്തിട്ടില്ല, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ആ തോട്ട്സ് ഒക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ബി കോൺഫിഡൻറ്റ്. നിങ്ങൾ ചെയ്തിട്ടുണ്ട്. വാട്ട് എവർ യു ഹാവ് ഡൺ, നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങളെ കയ്യിലുണ്ട്. യു ക്യാൻ പെർഫോം വെൽ. ഈ ഒരു തോട്ടോടുകൂടെ ഇനിയുള്ള ദിവസങ്ങളിൽ ഗിയർ അപ്പായിട്ട് പവർഫുള്ളായിട്ട് നിങ്ങളെ പ്രിപ്പറേഷൻസിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം. നിങ്ങളുടെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കുറച്ച് എക്സാമുമായി ബന്ധപ്പെട്ട വളരെ കുറഞ്ഞ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഐ ബി റാപ്പിംഗ് അപ്പ് ദിസ് വീഡിയോ. എക്സാം പ്രിപ്പറേഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇനി നമ്മുടെ ഡേയ്സ് വളരെ ലിമിറ്റഡ് ആണ്. സോ ഈ ഒരു അവൈലബിൾ ആയിട്ടുള്ള ടൈം നമ്മൾ വളരെ വൈസായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള സമയത്ത് മാക്സിമം റിവിഷന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുക. തിയറി പേപ്പർ ആയിക്കോട്ടെ, പ്രോബ്ലം പേപ്പർ ആയിക്കോട്ടെ, നിങ്ങൾ ടച്ച് ചെയ്യാത്ത ഒരു പുതിയ ഏരിയ ഇനി ഉണ്ടാവരുത്. അപ്പോൾ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് എവിടെന്നെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു വെച്ച, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച പോയിന്റ്സ്, പ്രാക്ടീസ് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാൻ എല്ലാ സബ്ജക്ട്സിലും നിങ്ങൾ സമയം കണ്ടെത്തുക ഇനിയുള്ള ദിവസങ്ങളിൽ. ഇനി നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരികയാണെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് 100 marks ഫുൾ പേപ്പറാണ്, പ്രാക്ടിക്കൽ പേപ്പറാണ്, ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. നമ്മൾ 20 marksൻ്റെ 6 questions ആണ് നമുക്ക് എക്സാമിന് എഴുതാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കമ്പൽസറി. റെസ്റ്റ് ഓഫ് ദ 5 questions നമുക്ക് 4 questions ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ആദ്യത്തെ 20 marksൻ്റെ ക്വസ്റ്റ്യനിൽ നമുക്ക് 12 marks ട്രൂ ഓർ ഫാൾസ് വിത്ത് ഡിസ്ക്രിപ്ഷൻ ആണ് അല്ലേ. ഇതാണ് നമ്മുടെ ഒരു എക്സാമിനേഷൻ്റെ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. അപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലോട്ട് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ക്വസ്റ്റ്യൻ യു നോ. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, എക്സാം എഴുതി തുടങ്ങുക. അറിയാത്ത ക്വസ്റ്റ്യൻസിന് ലാസ്റ്റിലോട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. അറിയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഓർഡറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് എന്ത് ചെയ്യുക, പോവുക. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് വിൽ ബി ബിൽഡിങ് എ കോൺഫിഡൻറ്റ് ദാറ്റ് ദ എക്സാം ഈസ് ഇൻ മൈ കൺട്രോൾ, അല്ലെങ്കിൽ ഈ പേപ്പർ പ്രോപ്പറായിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ട് ത്രൂ ഔട്ട് എക്സാം നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാവും. ഓൾവേസ് റിമെമ്പർ, എക്സാം ഈസ് നോട്ട് അബൌട്ട് ഹൗ മച്ച് യു സ്റ്റഡീഡ്. ഇൻസ്റ്റെഡ് ഇറ്റ്സ് അബൌട്ട് ഹൗ യു പ്രസൻറ്റ് യുവർ നോളജ് ഇൻ ദാറ്റ് 3 hours അല്ലേ. ആ 3 മണിക്കൂർ കാലയളവിൽ, അല്ലെങ്കിൽ ആ 3 മണിക്കൂർ ടൈം ഡ്യൂറേഷനിൽ എനിക്കറിയാവുന്ന ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എക്സാമിന് ടെസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. അല്ലാതെ നിങ്ങൾ എത്രത്തോളം വോള്യൂം, നിങ്ങൾ എത്രത്തോളം ഡെപ്തിൽ പഠിച്ചു എന്നുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇറ്റ്സ് എ പ്ലേ ഓഫ് കോൺഫിഡൻസ്, ഇറ്റ്സ് എ പ്ലേ ഓഫ് പ്ലാനിങ് ആൾസോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ നിങ്ങൾ എഴുതി പോവുക. ഈ ഒരു പ്ലാനിംഗ് ഒക്കെ നിങ്ങളുടെ കൂൾ ഓഫ് ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തു വച്ചിരിക്കണം. പിന്നെ അക്കൗണ്ട്സ് പേപ്പറിൽ നമുക്കറിയാം വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, കമ്പനി അക്കൗണ്ട്സിൽ നിന്ന് 15 marksൻ്റെ ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യൻ വരും. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ നിന്ന് 20 അല്ലെങ്കിൽ 15 marksൻ്റെ വലിയ ബാലൻസ് ഷീറ്റ് ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ തന്നെ NPO നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് വലിയ ക്വസ്റ്റ്യൻ 15 marks or 20 marks വരും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് സോൾ ട്രേഡിംഗ് കൺസേൺ, ഈ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ വലിയ 20 marks 15 marks ക്വസ്റ്റ്യൻസ് വരാം. ഇതൊക്കെ ബാലൻസ് ഷീറ്റ് ടാലിയിങ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിലോട്ട്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ആൻസർ എഴുതി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനീഷ്യലി അറ്റൻഡ് ചെയ്തിട്ട് ഇൻ കേസ് വല്ല വിധേനയും നമ്മുടെ ആൻസർ കറക്റ്റ് ആയില്ല, റോങ് ആയി പോയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഇൻഫ്ലുവൻസ് അവർ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ എക്സാം. അത് വലിയ രീതിയിൽ നമ്മളൊരു എക്സാം കോൺഫിഡൻസിനെ ബാധിക്കും. അപ്പോൾ ഈ സജസ്റ്റ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ എക്സാമിൻ്റെ സെക്കൻഡ് ഹാഫിൽ മാത്രം എന്ത് ചെയ്യുക, എഴുതി തുടങ്ങുക. ഇനീഷ്യലി ചെറിയ ക്വസ്റ്റ്യൻസ് വെച്ച് എക്സാം ബിൽഡപ്പ് ചെയ്ത് BRS പോലെ, ഡിപ്രീസിയേഷൻ പോലെ, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ഒക്കെ പോലെ, കൺസൈൻമെൻറ്റ് പോലത്തെ ചെറിയ ക്വസ്റ്റ്യൻസിൽ ബിൽഡ് ചെയ്ത് എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോവുക. എന്നിട്ടൊരു 1 hour ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലത്തെ വലിയ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള സമയം കണ്ടെത്തുക. പിന്നെ ഓൾവേസ് റിമെമ്പർ, ടൈം മാനേജ്മെൻറ്റ് ഈസ് ദ കീ. എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട്സിൽ കാലങ്ങളായിട്ട് എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന പ്രശ്നമാണ് ടൈം ഈസ് ഇൻസഫിഷ്യൻസ്.
സമയം മതിയാവുന്നില്ല. അപ്പോൾ ഇതിൽ ഓൾവേസ് നിങ്ങൾ റിമെമ്പർ ചെയ്യേണ്ടത് യുവർ എക്സാം ഈസ് ഫോർ 100 മാർക്സ് ആൻഡ് യു ഹാവ് ബീൻ അവാർഡഡ് വിത്ത് 180 മിനിറ്റ്സ് അല്ലേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാർക്കിന് പെർ മാർക്ക് 1.8 മിനിറ്റ്സ്. അപ്പോൾ ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് ഒരു 18 മിനിറ്റ്സിൽ അല്ലെങ്കിൽ 20 മിനിറ്റ്സിൽ ആ ക്വസ്റ്റ്യൻ തീർന്നിരിക്കണം. അപ്പോൾ ആ 20 മിനിറ്റ്സിൽ ആ ക്വസ്റ്റ്യൻ തീരുന്നില്ല എങ്കിൽ യു ഷുഡ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ അതിന്മേ എന്ത് ചെയ്യരുത്, സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ സമയം കളയരുത്. റിമെമ്പർ, നമ്മുടെ ഒരു 6 ബെസ്റ്റ് ആൻസേഴ്സിനേക്കാളും 10 ആവറേജ് ആൻസേഴ്സ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് കൂടുതൽ മാർക്സ് തരുന്നത്. അപ്പോൾ അറ്റൻഡിങ് എബോവ് 90 മാർക്സ്, 90 മാർക്സിന് മുകളിൽ അറ്റൻഡ് ചെയ്യുക എന്നതായിരിക്കണം നമ്മുടെ ഒരു കീ അജണ്ട. അതിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടൈം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യണം. അതർവൈസ് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അത് ഓവറോൾ നമ്മുടെ ഒരു എക്സാമിനേഷൻ പെർഫോമൻസിനെ വലിയ രീതിയിൽ ബാധിക്കുക തന്നെ ചെയ്യും. ആസ് യു ഓൾ നോ, നമ്മുടെ പേപ്പർ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. അതുകൊണ്ട് തന്നെ പ്രസൻറ്റേഷന് വലിയൊരു ഇമ്പോർട്ടൻസ് ഈ ഒരു സബ്ജക്റ്റിലുണ്ട്. സോ അവർ പ്രസൻറ്റേഷൻ ഷുഡ് ബി നീറ്റ് ആൻഡ് ക്ലീൻ. ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ഈസിലി റീഡബിൾ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അക്കൗണ്ടും അതുപോലെ തന്നെ ജേണലും ഒക്കെ നമുക്ക് ഡ്രോ ചെയ്യാനുണ്ടാവും. മാക്സിമം ഫോർമാറ്റൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ഡ്രോ ചെയ്യുക. ജേണലൊക്കെ എഴുതുന്ന സമയത്ത് നരേഷനൊന്നും എഴുതാൻ വിട്ടുപോകരുത്. അതുപോലെ തന്നെ ഇൻ ദ ബുക്സ് ഓഫ് ആ കൺസേൺഡ് പാർട്ടി, ബിസിനസ്സിൻ്റെ പേര്, ഈ കാര്യങ്ങളൊക്കെ മാക്സിമം നീറ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, പ്രസൻറ്റേഷനിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. യു ആർ റൈറ്റിംഗ് എ പ്രൊഫഷണൽ എക്സാം, സോ യുവർ ആൻസർ ഷുഡ് ആൾസോ ഹാവിങ് എ പ്രൊഫഷണൽ അപ്പിയറൻസ്. ആ കാര്യം മൈൻഡിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഫൈനലി, CA എന്ന നിങ്ങളുടെ ബ്യൂട്ടിഫുൾ ഡ്രീമിൻ്റെ ഫസ്റ്റ് ലെവലായ CA ഫൗണ്ടേഷൻ എക്സാം എഴുതാൻ പോകുന്നവരാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നെവർ ലൂസ് ഹോപ്പ് ആൻഡ് ഡോണ്ട് തിങ്ക് അബൌട്ട് ഫെയിലിയർ. എക്സാം എഴുതി പാസ്സായവരെല്ലാം അറ്റ് വൺ പോയിൻ്റ് ഓർ അതർ പോയിൻ്റ് എക്സാം കിട്ടുമോ എന്ന് സംശയിച്ച് പോയവരാണ്. അതല്ലെങ്കിൽ അവരും മിസ്ഡ് ഔട്ട് ആയി പോയ വല്ല ടോപ്പിക്സും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ പേരിലൊന്നും നമ്മൾ ടെൻഷൻ അടിച്ച് ഇരിക്കേണ്ടവരല്ല. ഇനിയുള്ള ഓരോ നിമിഷവും പ്രഷ്യസ് ആണ്, വിലപ്പെട്ടതാണ്. നമ്മുടെ ഈ ഒരു 6 മന്ത്സിൻ്റെ എഫേർട്ടിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമിലൂടെ ഗെയിൻ ചെയ്യാൻ പോകുന്നത് എന്നൊരു ഓർമ്മ നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവണം. സ്പീഡ് അപ്പ് യുവർ എഫേർട്ട്, ഗിയർ അപ്പ് യുവർ എഫേർട്ട്. ഉറപ്പായിട്ടും ദ ബെസ്റ്റ് റിസൾട്ട് വിൽ കം. ഓൾ ദി ബെസ്റ്റ്.